അതെ, നമ്മളിന്ന് പെട്ടെന്നൊരു ഡിസേർട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇത് വളരെ ഈസിയാണ്. ഒത്തിരി പ്രിപ്പറേഷനോ അതുപോലെ കുക്കിങ്ങോ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് 1 ക്യാൻ കണ്ടൻസ് മിൽക്കും 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ വാനില പുഡിംഗ് മിക്സാണ്. അതെവിടെ കടയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഈ വാനില പുഡിംഗ് മിക്സ് പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലതുപോലെ വിപ്പ് ചെയ്യാം. അപ്പോൾ അത് വിപ്പ് ചെയ്യുമ്പം ഒരു 10 മിനിറ്റ്സ് എങ്കിലും വിപ്പ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. നല്ല പതഞ്ഞിരിക്കണം. അത് കർഡി ആയിട്ട് പോകാൻ പാടില്ല, പതഞ്ഞിരിക്കണം. ഇനിയും നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വനില പുഡിംഗ് മിക്സിലേക്ക് ഈ ഹെവി ക്രീം മിക്സ് ഒഴിച്ച് നല്ലതുപോലെ ഫോൾഡ് ചെയ്യാം. ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊത്തിരി ഹാർഡായിട്ട് നമ്മൾ വിസ്ക് ചെയ്യരുത്. നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ വളരെ ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി ഇതുപോലെ കാണുന്ന പോലെ ഉള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി ആ മിക്സ് നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് മിക്സ് എടുത്ത് ഒരു ബോളിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുക്കീസാണ്. ഞാനിവിടെ നില വേഫേഴ്സ് എന്ന് പറഞ്ഞ കുക്കിയാണ്. നാട്ടിലുള്ളവർക്ക് പാർലേജി യൂസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ലെയർ മിക്സ് ഇടുക. ബനാനാസ് കട്ട് ചെയ്ത് റോബസ്റ്റ ബനാനാസ് ആഡ് ചെയ്യുക. അങ്ങനെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മളുടെ മിക്സ് തീരുന്നത് വരേക്കും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മളിത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 3 to 4 hours നല്ലതുപോലെ കൂൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബനാന പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്ത് ഒരു 2 hours വെച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗുഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ. ബൈ.